നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താൻ എന്താ പറഞ്ഞു വരുന്നേ? ഇറങ്ങണോ അതോ നിൽക്കണോ? നിൽക്കാം. ശാലിനി, സിദ്ധം പറയുന്ന കാര്യം പിന്നീട് അമ്മയോടോ ശ്യാമയോടോ ചോദിച്ചാൽ അറിയാലോ. ഇന്റർവ്യൂ മിസ്സായി എന്താ ചെയ്യാ? അങ്ങനൊന്നും ഉണ്ടാവില്ല വിഷ്ണുട്ടാ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിച്ചിട്ട് പിന്നെ അമ്മയുടെ കണ്ണിലെങ്ങാനും ചെന്ന് പെട്ട പിന്നെ വേറെ പ്രശ്നമാവേ. പിന്നെ അമ്മ തന്നെ ഇവിടെ പൊരിച്ചെടുക്കും. പിന്നെ മൂന്നോട്ടായിട്ട് തന്റെ ഇന്റർവ്യൂ വെറുതെ കൊളാക്കണോ? സത്യമ്മ കാണാതെ ഞാൻ ശ്രദ്ധിച്ചോളാം, പ്ലീസ്. ശരി, വാ. സൂക്ഷിക്കണേ, കല്ല. ദൈവം കനിഞ്ഞു നൽകിയ സന്താനം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മരണപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു സന്താനയോഗം കാണുന്നില്ല. ഇയാൾക്കിതെന്താ പറ്റിയേ? സിദ്ധം പറഞ്ഞത് അത് അവരുടെ കാര്യല്ലേ. തന്റെ മുഖം കണ്ടതോന്നല്ലോ സിദ്ധൻ ശ്യാമയുടെ കാര്യം പറഞ്ഞെന്ന്. വിഷ്ണുട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? അത് ശരി, താൻ എന്തിനോട് ഇങ്ങനെ പേടിക്കും പരിഭ്രമിക്കുകയൊക്കെ ചെയ്യുന്നേ? ശ്യാമയുടെ കാര്യം ഓർത്തിട്ടാവും. എടോ, അതിന് ഇനി ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ഭാവി കാലം ഈ സിദ്ധന് കണ്ണാടി പോലെ മുമ്പിൽ കാണാന്നാ പറയണേ. അത് മാത്രല്ല, മുമ്പ് നടന്ന കാര്യങ്ങളും. എല്ലാ സത്യം സത്യമായിട്ട് പറയുന്ന എല്ലാരും പറയണേ. അതാണല്ലോ വിഷ്ണുട്ട എന്റെ പേടി. സ്വാമി, അങ്ങ് പറയുന്നത് സത്യം മാത്രം, അതേ പറയൂ. അങ്ങനൊരു കുഞ്ഞുണ്ടായിട്ടില്ല സ്വാമി. കള്ളം പറയരുത്. നിങ്ങളുടെ കുഞ്ഞ് ഭാര്യയുടെ ഉദരത്തിൽ ഉരുവായിരുന്നത് മനക്കണ്ണിൽ ഞാൻ കാണുന്നു. ഇല്ലെങ്കിൽ ഈ സ്ത്രീ പറയട്ടെ. സ്വാമി, അത് ആ സമയത്ത് ഒരു കുഞ്ഞിനെ പോറ്റി വളർത്താനുള്ള വരുമാനമില്ലായിരുന്നു എന്നല്ലേ നിങ്ങൾ പറയാൻ തുടങ്ങുന്നത്? അങ്ങനെ ധരിച്ചു വശായി അച്ഛനും അമ്മയും കൂടി തന്നെ ആ കുഞ്ഞിനെ ഗർഭത്തിൽ വച്ച് തന്നെ കൊന്നു, അല്ലേ? കുഞ്ഞിനെ പോറ്റുന്നതും വളർത്തുന്നതും അച്ഛനമ്മമാരല്ല, സാക്ഷാൽ ജഗന്നിയന്താവാണ്. ആ കുഞ്ഞ് പിറന്നിരുന്നുവെങ്കിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവുമായിരുന്നു നിങ്ങൾക്ക് ഫലം. സ്വയം കൃതാർത്ഥം എന്ന് പറയില്ലേ, നിങ്ങൾ തന്നെ അതിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നിരിക്കുന്നു. സ്വാമി, അതായിരുന്നു ഭഗവാൻ നിങ്ങൾക്ക് കനിഞ്ഞു നൽകിയ സന്താനം. മറ്റൊരു സന്താനയോഗം കാണാനില്ല. സ്വാമി, രണ്ടാളും പൊയ്ക്കൊള്ളൂ, മറ്റൊന്നും പറയാനില്ല. അയ്യോ, അമ്മ അമ്മ അമ്മ. ഈശ്വര, ഈ സിദ്ധൻ ശ്യാമയുടെ കാര്യമെല്ലാം പറയുമല്ലോ. എല്ലാം തീർന്നു. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക. അവിടെ സ്വാമി,
സ്വാമി ഓരോരുത്തരുടെയും കഴിഞ്ഞുപോയ ജീവിതം മനക്കണ്ണിൽ കാണുമെന്നും ഭാവി ജീവിതം അച്ചട്ടായി പ്രവചിക്കുമെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വരം ഇതുവരെ ഈശ്വരൻ തന്നിട്ടുണ്ട്. ഇവള് എന്റെ മരുമകളാ. ഇവളുടെ ഭാവി ഫലം ഒന്ന് അറിയണായിരുന്നു സ്വാമി. ഇവളിപ്പോ ഗർഭിണിയാണ് സ്വാമി. ഗർഭാവസ്ഥയിൽ ചില ക്ലേശങ്ങളുണ്ടായി. കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്ന് പോലും ഭയക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായി. കുഞ്ഞ് സുരക്ഷിതമായിരിക്കുന്നോ എന്നും സുഖപ്രസവം നടക്കുമോ എന്നുമാണ് അറിയേണ്ടത്. കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. അബോർഷൻ സിംറ്റംസ് ആണല്ലോ കാണിക്കുന്നത്. ശ്യാമയ്ക്ക് ഇനി ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാനാവില്ല. ശ്യാമയല്ല പ്രസവിക്കുന്നത്, ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കുമേ. ഞാനിപ്പോ ഗർഭിണിയാ. എല്ലാം പറഞ്ഞതുപോലെ ആരും ഒന്നും അറിയാൻ പാടില്ല. അത് മോളെ സത്യാമ്മയുടെ ജീവനും കൂടി വെച്ച് കളിക്കാൻ വയ്യ എനിക്ക്. ഇനി കണ്ടു തുറന്നോളൂ. ഈ കുട്ടി ഗർഭം ധരിച്ച കുഞ്ഞിനെ പറ്റിയാണ് ഞാൻ പറയേണ്ടത്, അല്ലേ? അതെ സ്വാമി. എന്താ സ്വാമി? ഈശ്വര, സിദ്ധനുള്ള സത്യം ഇപ്പൊ പറയും. അത് താങ്ങാനാവാതെ സത്യമ്മ. ഈ കുട്ടിക്ക് സന്താന ഭാഗ്യം എന്താ സ്വാമി? രക്ഷിക്കണം സ്വാമി, സത്യമ്മയുടെ ജീവന് വേണ്ടിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.